ഹോർത്തൂസ് മലബാറിക്കസ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഷൊർണൂരിനടുത്ത് കേരളത്തിലെ തനത് സസ്യ ഇനങ്ങൾ നിറഞ്ഞ 28 ഏക്കർ ഭൂമി. 17-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിൽ ഡച്ച് ഭരണകാലത്ത് രചിച്ച ഹോർത്തൂസ് മലബാറിക്കസ് പുസ്തകങ്ങളിൽ 1-ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പപ്പായ. 16-ാം നൂറ്റാണ്ടിൽ വന്ന പോർച്ചുഗീസുകാർ കേരളത്തിൽ അവതരിപ്പിച്ചു പപ്പായ എന്ന ചരിത്രം. ഒരേ ചെടിയിൽ തന്നെ ആണും പെണ്ണും കാണില്ല. പപ്പായയുടെ കേസിൽ ആൺമരം വേറെ ആയിരിക്കും, പെൺമരം വേറെ ആയിരിക്കും. ആൺ പപ്പായ ചെടി പൂക്കും, പക്ഷേ കായ്ക്കില്ല. പപ്പായ സ്കിൻ കെയറിന് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. പപ്പായ ഫേഷ്യലാണ് കൂടുതൽ കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. മലബാറിൽ കർമൂസ എന്നും തിരുവിതാംകൂറിൽ ഓമയ്ക്ക എന്നും വിളിക്കപ്പെടുന്ന പപ്പായയ്ക്ക് ഔഷധമൂല്യം. പഴുത്ത പപ്പായ അത് മലബന്ധം അകറ്റുവാനും ദഹനശക്തി വർദ്ധിപ്പിക്കുവാനും നല്ലതാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കാം. കേരളത്തിലെ അപൂർവ സസ്യങ്ങളുടെ ജൈവ സാന്നിധ്യത്തിൽ താമസിക്കാം. Thank you for watching the Hortus Malabaricus garden video. Let us meet with more stories next week.